ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെവല്യൂഷൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് മുന്നിൽ നിന്നും നയിക്കാൻ നമ്മുടെ മമ്മൂക്ക ഉണ്ടായിരുന്നു. ഭ്രമയുഗത്തെ ബേസ് ചെയ്ത് ഒരു ചെറിയ സ്പൂഫ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അഭിനയിക്കാനായിട്ട് നമ്മുടെ ടിനി ടോം എത്തുന്നുണ്ട്, അതെ ഞാനാണ്, നമ്മുടെ ബിജുക്കുട്ടൻ എത്തുന്നുണ്ട്, നമ്മുടെ ഹരീഷ് കണാരൻ എത്തുന്നുണ്ട്. അതിഥിയുണ്ട്. കാട്ടിക്കൊണ്ട് കളയ. അതെന്താ അങ്ങനെ? അതിഥികളെ കാട്ടിക്കൊണ്ടേ കളയണമെന്നാണല്ലോ വാവാ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. മുറുക്കാൻ ചുണ്ണാമ്പ് വേണ്ടേ? ചുണ്ണാമ്പിട്ട് മുറിക്കുക, തുപ്പുമ്പോ ചുവപ്പ് കളറായിരിക്കും. ഈ മന ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഒരു കയറിനായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്ന ചത്തേനെ. വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം. ഈ മനക്കിലേക്ക് സ്വാഗതം. ഇയാൾക്ക് അടുക്കള കാണിച്ചു കൊടുക്ക. എന്താ ചിഹ്നെന്നാ പറഞ്ഞേ? മുട്ടങ്കലം. ആ കല എടുത്തു കൊടുക്ക. അതെന്തിനാ? ആ കലത്തില് അരയിട്ട് പണി തുടങ്ങുക. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഭ്രമിപ്പിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇവർ നിങ്ങളെ വെച്ച് ഈ കളികൾ തുടങ്ങിയിട്ട് കാലം കുറയായി. അതുകൊണ്ട് ഈ കാലത്തിന് കലിയുഗം നല്ല പേരിടേണ്ടത് ഭ്രമയുഗം. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം ഭ്രമയുഗം. കൊല്ലാതിരിക്കാൻ പറ്റുമോ? നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറി മേടിച്ചാ നടാ. ഞാൻ തിരിച്ചു പോയിക്കോളാം. ഈ മനയിൽ കയറിയ പിന്നെ ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ. ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. താൻ പാമ്പല്ല, ഓന്തല്ലേ. നിക്കണോ നിപ്പിൾ നിറമാറുന്ന ഓന്ത്. മനുഷ്യന് മനസ്സമാധാനം തരില്ല എന്ന് വല്ല വാശിയുണ്ട്? നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ജനങ്ങളെ പറ്റിക്കുന്ന പോലെ എളുപ്പമല്ല എന്നെ പറ്റിക്കാൻ. താനെന്നെ നാറ്റിച്ചേ അടങ്ങും. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ആൾക്ക് 2 തവണ അതൊരു പ്രാവശ്യം പറഞ്ഞതാ എന്ന് പറഞ്ഞ ഇതിൽ പറയാൻ വേറെ പഞ്ച് ഡയലോഗ് ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാറ്റടിച്ച് ഓഫായി കിടന്ന ദിവസമാ നിങ്ങൾ അന്വേഷിക്കുന്ന താക്കോൽ എന്റെ കയ്യിൽ നിന്ന് നഷ്ടമായത്. നിങ്ങൾക്കറിയോ, അന്നത്തെ ആ സംഭവത്തിന് ശേഷമാ നാടൻ വാറ്റിന് ചാത്തൻ എന്ന് പേര് വീണത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എന്നാടാ ഇവങ്കെല്ല ഇപ്പടി എന്നാടാ ഇപ്പടി സിറിപ്പ് എന്നാടാ മുഴിക്കറ ഏണ്ടാ കാറ്റ് പൊത്തി വിളയല്ലേ? ഞാൻ ഈ നാട്ടുകാരനല്ലോ. ഇങ്ങ വന്നേ ഇയാള് കൊണ്ട് ഞാൻ എപ്പോഴാ പട്ടി നിന്നെ കൊണ്ടുവന്നത്?